നമുക്കറിയാം, പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് പോഷൻ ട്രാക്കർ. ICDS പദ്ധതികളുടെ സേവനങ്ങൾ ഡിജിറ്റൽ രീതിയിൽ രേഖപ്പെടുത്താനും നിരീക്ഷിക്കാനുമാണ് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷകാഹാര സേവനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. അതേപോലെ തന്നെ തത്സമയ ഡാറ്റാ ശേഖരണം ഉറപ്പാക്കുന്നതിന് പോഷൻ ട്രാക്കർ വഹിക്കുന്ന പങ്ക് പ്രവചനാതീതമാണ്. പോഷകാഹാരക്കുറവ് കണ്ടെത്തി സമയബന്ധിതമായ ഇടപെടലുകൾ നടത്തുന്നതിന് പോഷൻ ട്രാക്കർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരി സേവന വിതരണത്തിലെ തെളിച്ചവും കാര്യക്ഷമതയും കൂടുതൽ ഉറപ്പാക്കുന്നതിന് പോഷൻ ട്രാക്കറെ നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്കറിയാവുന്നതാണ്. പോഷൻ ട്രാക്കർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ടുകൾ കൃത്യമായി എല്ലാ മാസങ്ങളിലും നമ്മൾ രേഖപ്പെടുത്തി വരുന്നുണ്ട്. അതിലെല്ലാം തന്നെ യഥാർത്ഥമായിട്ടുള്ള കണക്കുകളാണ് നമ്മൾ അന്നന്നാൾ തന്നെ രേഖപ്പെടുത്തി വരുന്നത്. എന്നാൽ പോഷൻ ട്രാക്കറിൻ്റെ വരവോടുകൂടെ നമുക്ക് MPRലുള്ള കണക്കും പോഷൻ ട്രാക്കറിലുള്ള കണക്കും വലിയൊരു അന്തരമാണുള്ളത്. ആ ഒരു ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശ്രമമാണ് നമ്മൾ ഈ 1-ാം തീയതി മുതൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അതായത് അങ്കണവാടിയിലെ സേവനങ്ങൾ സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളെയും MPR എന്ന രജിസ്റ്ററിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും, അതായത് ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകൾക്കകത്തൊക്കെ തന്നെ നിങ്ങളുടെ പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെ ചേർക്കുന്നുണ്ടെങ്കിലും പോഷൻ ട്രാക്കറിനകത്തേക്ക് ഇത്തരം ഗുണഭോക്താക്കളെ എല്ലാവരും തന്നെ വരാത്ത സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യം ഒത്തുനോക്കുന്ന സമയം നമ്മൾ ഈ പറയുന്ന പോഷൻ ട്രാക്കറും MPRും എന്നുള്ള ഈ 2 കാര്യങ്ങളിലും ഒത്തുചേരാത്ത സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെയാണ് THR ഡെലിവറി ചെയ്യുന്നതും വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തുന്നതും വാക്സിനേഷൻ വിവരം രേഖപ്പെടുത്തുന്നതും ഭവന സന്ദർശനം രേഖപ്പെടുത്തുന്നത് തുടങ്ങി അംഗൻവാടിയിലൂടെ നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും ഈ 2 രജിസ്റ്ററുകളിലും കൃത്യമായി ഒരേ രീതിയിൽ പകർത്തി വരാത്ത സാഹചര്യമാണുള്ളത്. എന്നാൽ പോഷൻ മിഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതിന് വേണ്ടി അതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് ഡിജിറ്റലൈസേഷനാണ്. അംഗൻവാടിയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഡിജിറ്റലൈസേഷൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ MPRൽ നാളിതുവരെ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പോഷൻ ട്രാക്കറിലൂടെ ഒരേ സമയം റെക്കോർഡിക്കലി കൊണ്ടുവന്നാലാണ് നമ്മൾക്ക് പതുക്കെ ഈ MPR ഫിസിക്കലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററുകളൊക്കെ ഒഴിവാക്കാനും പിന്നീട് നമ്മൾ പോഷൻ ട്രാക്കർ എന്ന ഡിജിറ്റലൈസേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരാനും സാധിക്കുകയുള്ളൂ. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ സെഷനിലുടനീളം വിവരിക്കുന്നത്. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് ഇതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ തുടരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരുന്ന ഈ വർഷത്തിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫിസിക്കൽ രജിസ്റ്ററുകൾ ഒഴിവാക്കാനും തുടർന്ന് പോഷൻ ട്രാക്കർ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രവർത്തനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലും ചെയ്ത് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം എന്ന് പറയുന്നത് MPRലുള്ളതും പോഷൻ ട്രാക്കറിലുള്ളതുമായിട്ടുള്ള ഡാറ്റകളെ ഏകീകരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഫിസിക്കൽ രജിസ്റ്ററുകൾ നമുക്കറിയാം, 11 രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രജിസ്റ്ററുകളിലെ ഡാറ്റകളും പോഷൻ ട്രാക്കറിലും സെയിം ആവണം എന്നുള്ളതാണ് ഈ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതായത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറത്ത് നിൽക്കുന്ന ഗുണഭോക്താക്കളെയൊക്കെ തന്നെ പോഷൻ ട്രാക്കറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഒരു ഗുണഭോക്താവിനെ പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയം അവരുടെ ആധികാരികമായിട്ടുള്ള ആധാർ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് അപ്ഡേറ്റ് ചെയ്ത ആധാറും മൊബൈൽ നമ്പറും എല്ലാം തന്നെ ആവശ്യമായി വരുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും ഗുണഭോക്താക്കളുടെ അപ്ഡേറ്റ് ചെയ്യാത്ത ആധാർ കാർഡോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തത് കൊണ്ടൊക്കെ തന്നെ ഇപ്പോഴും പുറത്ത് നിൽക്കുന്ന, അതായത് ഗുണഭോക്താക്കൾ പോഷൻ ട്രാക്കറിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ MPR ഡാറ്റ പ്രകാരം ഫിസിക്കലി രജിസ്റ്ററുകളിലൊക്കെ തന്നെ നിങ്ങൾ ആ എണ്ണം കൃത്യമായി കാണിക്കുന്നുണ്ട്. എത്ര ഗർഭിണികളെ, എത്ര ലാക്ടേറ്റിംഗ്, എത്ര കുട്ടികൾ, കാറ്റഗറി ഒക്കെ തന്നെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ എല്ലാവരെയും തന്നെ പോഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യപടി എന്നുള്ളത്. അപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഗുണഭോക്താക്കൾക്ക് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് വിവരങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഉടനെ തന്നെ MPRലെ അതേപോലെ തന്നെ ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷൻ എണ്ണം പോഷൻ ട്രാക്കറിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം,
THR വിതരണം സുതാര്യമായി നൽകിയത് രേഖപ്പെടുത്താൻ EKYCയും FRSും എല്ലാവരും ഉറപ്പാക്കണം. നമുക്കറിയാം, ഇന്ന് അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും അങ്കണവാടി സേവനങ്ങൾക്ക് അർഹതയുണ്ട്. ആ അർഹത കൃത്യമായി പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ EKYCയും FRSും, അതായത് 2-way ഓതൻറ്റിക്കേഷൻ വിധേയമാവണമെന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് അവരുടെ ആധാർ രേഖ പ്രകാരം FRSും EKYCയും എടുക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ അവർക്ക് ബെഡ് റെസ്റ്റുള്ള ഗർഭിണികളും ലാക്ടേറ്റിംഗ് മദേഴ്സൊക്കെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്കണവാടിയിൽ നേരിട്ട് വന്ന് THR സ്വീകരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് ഒരു നോമിനിയെ അസൈൻ ചെയ്തുകൊണ്ട് തുടർന്നുള്ള മാസങ്ങളിൽ അവരിലൂടെ നമുക്ക് THR കൊടുക്കാൻ കഴിയും. എന്നിരുന്നാലും ഈ നോമിനി ആണെങ്കിലും അവരുടെ EKYCയും FRSും ഒരു തവണ എടുത്ത് പൂർത്തിയാക്കണം എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് ഈ രജിസ്റ്ററുകൾ തമ്മിൽ, അതായത് നിങ്ങൾ വിതരണം ചെയ്യുന്ന THR ഡെലിവറികളും SNP ഡെലിവറികളൊക്കെ തന്നെ MPRലുള്ളതുപോലെ തന്നെ പോഷൻ ട്രാക്കറിലും ഏകീകരിക്കാൻ കഴിയണമെങ്കിൽ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, ആകെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്നും സ്കൂളിൽ പോകുന്ന കുട്ടികളെ തരംതിരിച്ച് നമുക്ക് പോഷൻ ട്രാക്കിൽ കാണാൻ സാധിക്കും. എന്നാൽ കാണാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് തരംതിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സ്കൂൾ ഗോയിങ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. പല ടീച്ചേഴ്സും ഇപ്പോൾ നമ്മളെ 3 to 6 കാറ്റഗറിയിലെ കുട്ടികളെ, അംഗൻവാടിയിൽ വരുന്നവരും സ്കൂളിൽ പോകുന്ന കുട്ടികളെ വേർതിരിക്കാതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സ്കൂളിൽ പോകുന്ന കുട്ടികളെ SNP ഓപ്റ്റ് ഔട്ട് കൊടുക്കണം. അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ കുട്ടി സ്കൂൾ ഗോയിങ് ആണോ അംഗൻവാടി ആണോ എന്നുള്ളത് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൂടുതൽ പ്രയോജനപ്പെടുത്തണം. അതേപോലെ തന്നെയാണ് THR വിതരണം ഉറപ്പാക്കിയത് ഫേസ് ക്യാപ്ചറിലൂടെ മാത്രമാവുക. എന്നാൽ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ള THRയുടെ കണക്കുകൾ പോഷൻ ട്രാക്കറിലും MPRലും ഒരുമിച്ച് വരികയുള്ളൂ. അപ്പോൾ ആ സാഹചര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ മാസങ്ങളിലും ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് മാത്രമായിരിക്കണം THR വിതരണം ചെയ്യേണ്ടത്. റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഉത്തരവ് പ്രകാരം കൃത്യമായി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾക്ക് ഇനി FRSലൂടെ മാത്രമേ ഗുണഭോക്താക്കൾക്ക് ഇത്തരത്തിൽ THR സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള സേവനമായി കണക്കാക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് MPRും പോഷൻ ട്രാക്കറുടെയും ഏകീകരണത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇൻഡന്റ് പ്രകാരം നമുക്ക് ലഭിച്ച സ്റ്റോക്കുകൾ അത്രയും തന്നെ കൃത്യമായ അളവിൽ തന്നെ പോഷൻ ട്രാക്കറിലെ സ്റ്റോക്ക് രജിസ്റ്ററിൽ കൂടി രേഖപ്പെടുത്തണമെന്നുള്ളതാണ്. പല ടീച്ചേഴ്സും ഇപ്പോൾ അത് സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും പോഷൻ ട്രാക്കറിലെ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് ഈ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കൃത്യമായി പ്രതിപാദിക്കുന്നത്. അത് നമ്മൾ കൃത്യമായി ഒരേപോലെ തന്നെ MPRലും ഇൻഡന്റ് സ്വീകരിക്കുന്ന THR സ്റ്റോക്ക് രജിസ്റ്റർ ഒക്കെ തന്നെ അതേ പ്രകാരം നിങ്ങൾക്ക് ഗ്രാമിലും പാക്കറ്റിലൊക്കെ മാർക്ക് ചെയ്യേണ്ട ഒരു സെഷനോട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ വരുന്ന 1-ാം തീയതി മുതൽ ഇതെല്ലാം THR സ്റ്റോക്കുകളൊക്കെ തന്നെ പോഷൻ ട്രാക്കറിൽ കൂടി നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ MPRും പോഷൻ ട്രാക്കറുടെയും ഏകീകരണം ഉറപ്പാക്കുന്നതിന് പ്രീ സ്കൂൾ കുട്ടികളുടെ ഹാജർ നില ഉറപ്പാക്കുന്നതിന് പോഷൻ ട്രാക്കറിലെ അറ്റൻഡൻസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം, അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ ഫിസിക്കലി രജിസ്റ്ററിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്, തിരുത്തലുകൾ വരുത്തുന്നുണ്ട്, കൂട്ടിച്ചേർക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പോഷൻ ട്രാക്കറിനകത്ത് പല ടീച്ചേഴ്സും ഇപ്പോഴും നമ്മൾക്ക് പോഷൻ ട്രാക്കറിനകത്ത് കൃത്യമായി അറ്റൻഡൻസ് രേഖപ്പെടുത്താതെ വിട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യം വലിയൊരു അന്തരമാണ് അവിടെ സൃഷ്ടിക്കുക. നമ്മൾ ഫിസിക്കൽ രജിസ്റ്ററിൽ 10 കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ 10 കുട്ടികളെ തന്നെ പോഷൻ ട്രാക്കറിലും നമ്മൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അറ്റൻഡൻസ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ മോർണിംഗ് സ്നാക്സ്, അതേപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണം എന്നിവയെല്ലാം തന്നെ കൃത്യമായി HCM പേജിൽ കൂടി അന്നന്നാൾ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വേണം ഇതെല്ലാം ഉറപ്പാക്കേണ്ടത്. അതേപോലെ തന്നെ വാക്സിനേഷനുകൾ വിവരങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗുണഭോക്താക്കളായിട്ടുള്ള ഗർഭിണികളായിക്കോട്ടെ, ലാക്ടേറ്റിംഗ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അവർക്ക് യഥാസമയം എടുക്കുന്ന വാക്സിനേഷനുകളുടെ വിവരങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾ നമ്മളെ പോഷൻ ട്രാക്കറിൽ കൂടി കൃത്യമായി രേഖപ്പെടുത്തി വരിക. അതേപോലെ തന്നെ വളർച്ചാ നിരീക്ഷണം പൂർത്തിയാക്കിയത് എല്ലാ മാസങ്ങളിൽ ഒരു തവണയാണ് കുട്ടികളെ വളർച്ചാ നിരീക്ഷണം സാധാരണ നമ്മൾ എടുക്കുന്നത്. എന്നാൽ സാം കുട്ടികളെ നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ മാസങ്ങളിലും കൃത്യമായി പോഷൻ ട്രാക്കറിലെ ഓരോ കുട്ടിക്കും ഗ്രോത്ത് മോണിറ്ററിംഗ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളർച്ചാ നിരീക്ഷണം ഉറപ്പാക്കണം. നിങ്ങൾ എങ്ങനെയാണോ ഫിസിക്കൽ രജിസ്റ്ററിൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് അതേ പ്രകാരം തന്നെ
പോഷൻ ട്രാക്കറിലെ ഗ്രോത്ത് മോണിറ്ററിംഗ് പേജിൽ കൂടെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരണം. അതെങ്ങനെയാണ് ഒരു കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് ടീച്ചേഴ്സിന് കൃത്യമായിട്ട് അറിയാം. ഇനി ഭവന സന്ദർശനം നടത്തിയതാണ്. നമുക്കറിയാം ഭവന സന്ദർശനം എന്ന് പറയുന്നത് 2 ആഴ്ചകൾ ഇടവേളകളിലോ അല്ലെങ്കിൽ ഓരോ ഗുണഭോക്താവിനനുസൃതമായിട്ടായിരിക്കും പോഷൻ ട്രാക്കറിലേക്ക് നോട്ടിഫിക്കേഷൻ വരിക. അതിൽ ഡ്യൂ ഡേറ്റ് ഉണ്ടാവും, കംപ്ലീറ്റഡ് ഉണ്ടാവും, മിസ്ഡ് ഉണ്ടാവും. ഇതിൽ നിങ്ങൾ മിസ്ഡ് വരാത്ത രീതിയിൽ നിങ്ങൾ ഹോം വിസിറ്റുകൾ നടത്തി ആയത് മാർക്ക് ചെയ്യണം. ഭവന സന്ദർശന രജിസ്റ്ററിലൊക്കെ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ പോഷൻ ട്രാക്കറിലേക്ക് പലപ്പോഴും മിസ്ഡ് ആയിട്ടാണ് റിപ്പോർട്ട് കാണുന്നത്. ഇത് വലിയൊരു ഗ്യാപ്പാണ് പോഷൻ ട്രാക്കറും MPR തമ്മിൽ ഉണ്ടാക്കുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൃത്യമായി പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണോ വിസിറ്റ് വരുന്നത് അതിനനുസൃതമായിട്ടുള്ള ഭവന സന്ദർശനം നടത്തി ആയത് പോഷൻ ട്രാക്കറിൽ കൂടി നിങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ THR വിതരണം പല സമയങ്ങളിലും നമുക്കറിയാം പോഷൻ ട്രാക്കറിനകത്ത് പല രീതിയിലാണ് THR മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതായത് 7 ദിവസം, 15 ദിവസം അല്ലെങ്കിൽ 25 ദിവസം, അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് THR വിതരണം ചെയ്യാനുള്ള ഓപ്ഷൻ പോഷൻ ട്രാക്കറിൽ ഉണ്ട് എന്നെങ്കിലും നമ്മൾക്കറിയാം നമ്മൾ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊക്കെ തന്നെ 25 ദിവസത്തിലേക്ക് ഒരു ഗുണഭോക്താവിനെ ഒന്നിച്ചാണ് നമുക്ക് പൊടിയിറക്കി തരുന്നത്. ആ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണോ ഫിസിക്കൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത് അതേ പ്രകാരം തന്നെ പോഷൻ ട്രാക്കറിൽ 25 ദിവസം എന്നുള്ള ഓപ്ഷൻ ആയിരിക്കണം നിങ്ങൾ ഓരോ മാസങ്ങളിലും ഈ പറയുന്ന ഗുണഭോക്താക്കളുടെ THR വിതരണം മാർക്ക് ചെയ്യേണ്ടത്. എന്നാൽ ഫിസിക്കൽ രജിസ്റ്ററിൽ മാത്രം ഇത്തരം രേഖപ്പെടുത്തലുകൾ നടത്തി പോഷൻ ട്രാക്കറിലേക്ക് മാർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിടെ വലിയൊരു വ്യത്യാസമാണ് വരുന്നത്. ഇത്തരത്തിലുള്ള അന്തരം നമ്മൾക്ക് ഒരു ഡാറ്റയും കൃത്യമല്ലാത്ത രീതിയിലായിരിക്കും പോഷൻ ട്രാക്കറിലൂടെ ജനറേറ്റ് ചെയ്ത് വരിക. അതിൽ നിന്നും ഒരിക്കലും തന്നെ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി അംഗൻവാടി തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, നമ്മൾ അംഗൻവാടികളിലൂടെ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുടെയും മൊത്തം ഡാറ്റ പോഷൻ ട്രാക്കറിലേക്കും വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മറക്കാതെ വിട്ടുപോകാതെ ഈ കാര്യങ്ങളൊക്കെ അതാത് സമയം തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരണം. എന്നാൽ മാത്രമാണ് MPRലേതുപോലെ തന്നെ കണക്കുകൾ നമുക്ക് പോഷൻ ട്രാക്കറിൽ നിന്ന് റിപ്പോർട്ട് സഹിതം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നിങ്ങൾ MPRലെ കണക്കുകൾ കൊടുക്കുമ്പോൾ അതേ ഡാറ്റ തന്നെയായിരിക്കണം. എത്ര കുട്ടികളെ ഇന്ന് ഈ മാസം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് MPRൽ അതേതായിരിക്കണം പോഷൻ ട്രാക്കറിൽ MPR എടുക്കുമ്പോൾ നമുക്ക് എത്ര കുട്ടികൾ എന്നുള്ളത് അറിയാം. അതിലും ഇതിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാക്കുക പോഷൻ ട്രാക്കറിൽ കൃത്യമല്ലാത്ത പ്രവർത്തനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, കൃത്യമല്ലാത്ത ഡാറ്റയാണ് എന്നുള്ളതായിരിക്കും റിപ്പോർട്ടുകൾ വരിക. ആ രീതിയിലേക്ക് പോവാതെ തന്നെ MPRൽ എങ്ങനെയാണോ നമ്മൾക്ക് കാര്യങ്ങൾ വരുന്നത് അതേ എണ്ണം തന്നെ ആയിരിക്കണം പോഷൻ ട്രാക്കറിലെ ഡാറ്റ എടുക്കുമ്പോൾ ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഈ വർഷം മുതലെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടും നമ്മൾ ഈ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പ്രവർത്തനത്തിലുടനീളം ശീലമാക്കുക. താങ്ക്